പാത്തുതാ എന്നാക്കിയിട്ട് പോകുന്നതിന് കാരണം ഞാനാണേ. ചുമ്മാ വീട്ടിലിരുന്നപ്പോ ക്രിമി കുത്തിയെന്ന് പറഞ്ഞാൽ മതിയല്ലോ, ഒന്ന് പുറത്തു പോയി ഫുഡ് കഴിക്കണമെന്ന് തോന്നി, ഒന്നും നോക്കിയില്ല, ഡ്രസ്സ് മാറി ചാടി പുറപ്പെട്ടെ. ആസാദ് സ്റ്റാറിലായിക്കോട്ടെ ഇന്നത്തെ ഫുഡ് എന്ന് കരുതി. എന്റെ പൊന്നോ, എനിക്കറിയാൻ പാടില്ല, എമ്മാതിരി തിരക്കാണ് അവിടെ. കല്യാണത്തിന് ആദ്യത്തെ പന്തി കഴിഞ്ഞിട്ട് വെയിറ്റ് ചെയ്യൂലേ നമ്മള് രണ്ടാമത്തെ പന്തി കയറാൻ വേണ്ടിയിട്ട്, ആ രീതിയിലുള്ള ആളായിരുന്നു കേട്ടോ. ഇക്ക പോയി നോക്കിയിട്ട് മതിയായി, വാ പോവാം എന്ന് പറഞ്ഞു. തോറ്റു തുന്നമ്പാടി കാറി കയറി. പാത്തുവിന്റെ മുഖഭാവമാണെങ്കിലോ, വീട്ടിലിരുന്ന് ചോറും മീൻകൂട്ടാനും തിന്നേണ്ട എന്നെ പിടിച്ച് ബിരിയാണി തിന്നിപ്പിക്കാന്ന് കൊണ്ടുവന്നു. അപ്പൊ ചോറും ഇല്ല ബിരിയാണി ഇല്ലാത്ത അവസ്ഥയായി എന്നുള്ളൊരു മുഖഭാവമായിരുന്നേ അവൾക്ക്. പിന്നെ നേരെ ബിരിയാണി അങ്ങ് മാറ്റി പിടിച്ചിട്ട് മന്തിയാക്കി കിട്ടും. അങ്ങനെ മെജസ്റ്റിക്ക് കയറിയേ. ഞങ്ങൾ നേരത്തെ ഇവിടെ കഴിച്ചിട്ടുള്ളത് കൊണ്ട് അത് ഫ്ലോപ്പ് ആവില്ലെന്നറിയാം. പക്ഷെ പാത്ത് ബിരിയാണിയിൽ ഉറച്ചു നിന്നു കേട്ടോ. ഓർഡർ കൊടുത്തിട്ട് വെയിറ്റിംഗ്. ഇക്ക മൊബൈലില്, ഞാൻ ചുമ്മാ വീഡിയോ പിടിക്കില്ല. പാത്തുവിന്റെ ചോദ്യം എത്ര സമയം എടുക്കും? എന്റെ ചിരിച്ചോണ്ടുള്ള വർത്തമാനം അവൾക്ക് അത്ര അങ്ങോട്ട് ദഹിച്ചിട്ടില്ല കേട്ടോ. എഴുന്നേറ്റ് അപ്പുറത്ത് പോയിരുന്നേ അവളുടെ വാപ്പാടെ അടുത്ത്. കാത്തിരിപ്പിന് അവസാനം സാധനം എത്തിയിട്ടോ. 500-ന്റെ വാൾട്ട് ബൾബ് കത്തിയതുപോലെ പാത്തുവിന്റെ മുഖം അങ്ങ് തിളങ്ങി. എന്റേതും അങ്ങനെ തന്നെയാണേ. ഇക്ക അവൾക്ക് പ്ലേറ്റിലോട്ട് ഇട്ടു കൊടുത്തേ. വാങ്ങാനുള്ള ആവേശം കഴിക്കാനില്ല കേട്ടോ. പോളിംഗ് ഭയങ്കര കുറവാണ്. പിന്നെ എന്റെ നോട്ടം നേരെ മന്തിയിലേക്കായിരുന്നേ. വിശപ്പിന്റെ സൈറൻ അടിച്ചോണ്ട് ആദ്യം എന്റെ പ്ലേറ്റിലോട്ട് വിളമ്പി, പിന്നെ ഇക്കയുടെ പ്ലേറ്റിലോട്ട് വിളമ്പി. മട്ടൻ ബിരിയാണി കഴിക്കണ അവൾക്ക് എന്റെ മന്തിയിലുള്ള അൽഫാം വേണം. പിന്നെ അതും കൊടുത്തിട്ട് ഒന്നും നോക്കിയില്ല, ആരെയും നോക്കിയില്ല, വെട്ടി വിഴുങ്ങിയിട്ട് ആഹാ വയറൊക്കെ നിറഞ്ഞു. പിന്നെ നേരെ ഇളിച്ചോണ്ട് വീട്ടിലോട്ട് പോയിട്ടോ. അപ്പൊ അത്രയുള്ളൂ. ബായ്.